ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 5√2, 2√7, 4√3, 3√6 ഇതിൽ വലുതേത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഓരോന്നിന്റെ സ്ക്വയർ കാണുക. അപ്പോൾ 5√2 ഇതിന്റെ സ്ക്വയർ കാണുക. അപ്പോൾ എത്ര വരും? 5ന്റെ സ്ക്വയർ എത്ര? 25. 2ന്റെ സ്ക്വയർ എത്ര വരും? √2ന്റെ സ്ക്വയർ എത്രയാണ്? √2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ √2 ആണ് അല്ലേ? അപ്പോൾ 25 × 2 എത്ര വരും? 50. അടുത്തതോ 2√7 ഇതിന്റെ സ്ക്വയർ കാണുക. അപ്പോൾ 2ന്റെ സ്ക്വയർ 4. √7ന്റെ സ്ക്വയർ 7 തന്നെ വരും. എത്ര വരും? 4 28. ഓക്കെ, അടുത്ത 4√3 ഇതിന്റെ സ്ക്വയർ കാണുക. 4ന്റെ സ്ക്വയർ 16 അല്ലേ? 4ന്റെ സ്ക്വയർ 16. 3യുടെ സ്ക്വയർ 3 തന്നെ. അപ്പോൾ 16 × 3 എത്ര വരും? 48. ഓക്കെ, അടുത്തത് 3√6 അതിന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ എത്രയാണ്? 3 9. 3 × 3 9. 6√6ന്റെ സ്ക്വയർ 6 തന്നെയാണ് അല്ലേ? 9 6 54. ഇനി നോക്കുക, ഇതിൽ 50, 28, 48, 54 വലുത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ വലുത് ഏതാണ്? ഇതിൽ വലുത് 54 ആണ് അല്ലേ? 54 ആണ് വലുത്. അതുകൊണ്ട് ആൻസർ വലുത് എന്നുള്ള ആൻസർ 54. ചെറുത് ഏതാണ്? അപ്പോൾ ചെറുത് 28 ആണ്. അപ്പോൾ ഇതാണ് ചെറുത് എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാ ഈ ക്വസ്റ്റ്യൻ 5√3, 4√6, 6√2, 3√5 ഇത് ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? അസെൻഡിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ ചെറുതും വലുതും ഒക്കെ കണ്ടുപിടിച്ച് ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കുക.